പിന്നെ ഇതിൻ്റെ ചികിത്സ എന്ന് പറയുന്നത് ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ചികിത്സകൾ തന്നെയുള്ളൂ. സപ്പോർട്ടീവ് കെയർ അതാണ്, അതായത് ശരിക്കും പറഞ്ഞാൽ മഞ്ഞപ്പിത്തത്തിന് ചികിത്സയുള്ളൂ. ഇതിൽ പല ആൾക്കാരും മഞ്ഞപ്പിത്തം ചികിത്സിക്കാമെന്ന് പറഞ്ഞിട്ട് ചികിത്സിക്കാൻ മരുന്നുണ്ട്, ഡെഫിനറ്റായിട്ട് മരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് അതൊന്നും ശാസ്ത്രീയമായിട്ട് തെളിയിക്കപ്പെട്ടതല്ല. അത് ഏതോ ആൾക്കാർക്ക് എന്തൊക്കെയോ കൊടുത്തപ്പോൾ അത് മാറുന്നത് കണ്ടു. പക്ഷെ അത് മാറുന്നത് ആ മരുന്ന് കഴിച്ചില്ലെങ്കിലും മാറുന്നുണ്ട്. കാരണം ഹെപ്പറ്റൈറ്റിസ് എ എന്ന് പറയുന്ന സാധനത്തിന് 90% ആൾക്കാർക്കും അത് സെൽഫ് ലിമിറ്റിംഗ് ആണ്. അതായത് തന്നെ മാറിപ്പോകുന്നതാണത്. അതിനൊരു ചികിത്സ വേണ്ടാത്തൊരു സാധനമാണത്. അപ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് തുടങ്ങുന്നു, അതിങ്ങനെ കൂടി ഒരു പരിധി വരെ കൂടുന്നു. ആ കൂടിയൊരു ഒരു ലെവൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ അത് തന്നെ താഴാൻ തുടങ്ങുന്നു. അപ്പോൾ ഇതെല്ലാം കൂടി ഒരു 1-2 മാസം കൊണ്ട് വന്ന് കൂടി തന്നെ താഴ്ന്നു പോകും. അതാണ് ഹെപ്പറ്റൈറ്റിസ് എയുടെ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു ഡോക്ടറെ കണ്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ സപ്പോർട്ടീവ് കെയർ ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സപ്പോർട്ടീവ് കെയർ, അതായത് അവർക്ക് ആ തീരെ അസ്വസ്ഥതകളും ലക്ഷണങ്ങളും ഉള്ള സമയത്ത് അതിനെ മാസ്ക് ചെയ്യാനുള്ള ട്രീറ്റ്മെൻറ്റ് അല്ല, അതിനെ ട്രീറ്റ് ചെയ്യാൻ നോക്കുക എന്നല്ലാണ്ട് ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയുന്ന ഹെപ്പറ്റൈറ്റിസ് എ മഞ്ഞപ്പിത്തത്തിന് ഡെഫിനറ്റായിട്ട് ട്രീറ്റ്മെൻറ്റ് അലോപ്പതിയിലും ഇല്ല. ശാസ്ത്രീയമായിട്ട് തെളിയിക്കപ്പെട്ടത് മറ്റ് ചികിത്സാ രീതികളിലും ഇല്ല. സപ്പോർട്ടീവ് കെയറാണ് വേണ്ടത്. അപ്പോൾ അതുകൊണ്ട് പ്രധാനമായിട്ട് വെള്ളം, ഛർദ്ദിക്കാതിരിക്കാനുള്ളത്, ക്ഷീണത്തിനുള്ളത്, അല്ലെങ്കിൽ ഈ വല്ലാണ്ട് പനി വരുമ്പോൾ കൊടുക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ ചെയ്യാനുള്ളൂ. പിന്നെ വേറൊന്നെന്താ വെച്ചാൽ ഇതിനകത്ത് ഈ നേരത്തെ പറഞ്ഞ 90% ആൾക്കാർക്കും ഹെപ്പറ്റൈറ്റിസ് എ വന്നു കഴിഞ്ഞാൽ തന്നെ മാറിപ്പോകുന്നുണ്ട്. പക്ഷേ വളരെ ദുർലഭം ചില ആൾക്കാർക്ക് ഫൾമിനൻറ്റ് ഹെപ്പാറ്റിക് ഫെയിലിയർ എന്ന് പറയുന്നൊരു സംഗതിയുണ്ട്. അതായത് പെട്ടെന്ന് ലിവറിൻ്റെ, അതായത് വൈറസിൻ്റെ ലോഡ് കൂടിയത് കൊണ്ടോ എന്തായാലും അതിൻ്റെ വളരെ രൂക്ഷമായിട്ടുള്ള വൈറസിൻ്റെ ആക്രമണം മൂലം ലിവറിൻ്റെ ഡാമേജ് പെട്ടെന്ന് വരും. ഒരു കണക്കിലധികം നമുക്ക് പ്രതീക്ഷിക്കാത്തത്ര സമയം കൊണ്ട് പെട്ടെന്ന് ലിവറിനെ ബാധിച്ച് ലിവറിൻ്റെ പ്രവർത്തനങ്ങൾ മുഴുവനായിട്ട് തകരാറിലായി ലിവർ ഫെയിലിയർ, കരൾ ഫെയിലിയറാവും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ജീവനപകടമുള്ളൊരവസ്ഥയാണ്. അത്തരത്തിൽ ഫൾമിനൻറ്റ് ഹെപ്പാറ്റിക് ഫെയിലിയറിലേക്ക് പോകുന്ന ഹെപ്പറ്റൈറ്റിസ് എ എന്ന് പറയുന്നതിൻ്റെ തോത് ഏതാണ്ടൊരു 2-3%ഒക്കെയാണ്. 2-3% ആൾക്കാരിൽ ഈ ഫൾമിനൻറ്റ് ഹെപ്പാറ്റിക് ഫെയിലിയർ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ എന്താണ്, അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ അത് ലിവർ മാറ്റി വയ്ക്കുക എന്നുള്ളത് മാത്രമേ അതിനകത്ത് വേറൊരു മാർഗ്ഗമുള്ളൂ. അല്ലാണ്ട് അതിന് വേറെ ചികിത്സയില്ല. പക്ഷേ എന്നിരുന്നാലും ഈ ഫൾമിനൻറ്റ് ഹെപ്പാറ്റിക് ഫെയിലിയറിൽ പോയ ആൾക്കാരും സപ്പോർട്ടീവ് കെയർ കൊണ്ട് ദുർലഭം ചില ആൾക്കാർക്ക് അത് വീണ്ടും റിവേർട്ട് ചെയ്ത് വരുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷേ ഭൂരിഭാഗം ഫൾമിനൻറ്റ് ഹെപ്പാറ്റിക് ഫെയിലിയറിലേക്ക് പോയിട്ടുള്ള ആൾക്കാർക്ക് ലിവർ മാറ്റി വെക്കേണ്ടതായിട്ടുള്ള അവസ്ഥയിലേക്ക് എത്തിച്ചേരാറില്ല. പക്ഷേ ഈ പറഞ്ഞ പോലെ 2-3% മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഹെപ്പറ്റൈറ്റിസ് എ എന്നുള്ള സാധനം ഒരു മഞ്ഞപ്പിത്തത്തിൻ്റെ ലക്ഷണങ്ങൾ തോന്നുകയോ മഞ്ഞപ്പിത്തത്തിൻ്റെ ഉള്ള സ്ഥലങ്ങളിൽ നിന്ന് വരുന്ന ആൾക്കാർ അത്തരത്തിൽ ലക്ഷണങ്ങൾ തോന്നുന്നെങ്കിൽ ഒരു സംശയവും വിചാരിക്കരുത്, ഡോക്ടറെ കാണണം, വേണ്ടുന്ന ടെസ്റ്റുകൾ ചെയ്യണം. മഞ്ഞപ്പിത്തം സ്ഥിരീകരിച്ചു കഴിഞ്ഞാൽ ആവശ്യമെങ്കിൽ സപ്പോർട്ടീവ് കെയർ ആശുപത്രിയിൽ വെച്ചെടുക്കണം, അല്ലെങ്കിൽ വീട്ടിൽ വെച്ചെടുക്കണം. തികഞ്ഞ റെസ്റ്റാണ് വേണ്ടത്, തികഞ്ഞ റെസ്റ്റ്. ശരീരത്തിന് ഒരു തരത്തിലുള്ള ആയാസവും കൊടുക്കാത്ത രീതിയിലുള്ള റെസ്റ്റാണ് വേണ്ടത്. ഇത് നിർബന്ധമായിട്ട് ചെയ്യില്ല. ഇനി വളരെയധികം തെറ്റിദ്ധരിക്കപ്പെടുന്ന വേറൊരു സാധനമാണ് ഇതിൽ മഞ്ഞപ്പിത്തം ബാധിച്ച ആൾക്കാർക്ക് ഭക്ഷണ രീതി. മഞ്ഞപ്പിത്തം എന്ന് പറയുന്ന സാധനം ലിവറിൽ ബാധിക്കുന്ന ഒരു അസുഖമാണ് ഈ ഹെപ്പറ്റൈറ്റിസ് എ. ഈ ഹെപ്പറ്റൈറ്റിസ് എ ബാധിച്ച ആൾക്കാർക്ക് ഭക്ഷണത്തിൽ ഒരു തരത്തിലുള്ള റെസ്ട്രിക്ഷൻസിൻ്റെ ആവശ്യമില്ല. അത് തെറ്റായൊരു ധാരണയാണ്. അതായത് ഇതിന് പൊതുവെ സമൂഹത്തിലൊരു ധാരണയുണ്ട്. അതായത് ഇപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം നമ്മുടെ മനസ്സിൽ വലിയൊരു കാര്യമാണ്, മഞ്ഞപ്പിത്തമാണ് എനിക്ക്, അങ്ങനെ എന്നൊക്കെ പറഞ്ഞ് ഡോക്ടറെ അടുത്ത് പോയി കഴിഞ്ഞാൽ അത് സാരമില്ല, ഈ മരുന്ന് കഴിച്ചാൽ മതി, ഭക്ഷണം കഴിച്ചോളൂ, കുളിച്ചോളൂ എന്നൊക്കെ പറഞ്ഞു വിട്ട് കഴിഞ്ഞാൽ അയ്യോ അപ്പോൾ എന്താ അങ്ങനെ പറഞ്ഞേ. അപ്പം നേരെ മറിച്ച് ആ ആളോട് ആ ഭക്ഷണം കഴിക്കരുത്, ഈ ഭക്ഷണം കഴിക്കരുത്, കുളിക്കരുത്, തിരിയരുത്, അങ്ങനെ എങ്ങനെയൊക്കെ പറഞ്ഞ് കുറേ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ പറയുമ്പോൾ അതൊരു വലിയ സംഭവമായിട്ട് കാര്യമായിട്ട് കൊണ്ടു നടക്കുകയും അതിൽ നിന്ന് മനസ്സിനൊരു സംതൃപ്തി കിട്ടുകയാണ് ചെയ്യുന്നത്. ഇതാണ് സത്യം പറഞ്ഞാൽ ഇതിൻ്റെ സൈക്കോളജി. അതല്ലാണ്ട് മഞ്ഞപ്പിത്തത്തിന് ഭക്ഷണത്തിലൊന്നും കഴിക്കാൻ പാടില്ല എന്നുള്ളതൊന്നും തെളിയിക്കപ്പെട്ടിട്ടില്ല. പിന്നെ പറയാറില്ല എന്താ വെച്ചാൽ ഒരുപാടധികം എണ്ണമയുള്ളത് കഴിച്ചു കഴിഞ്ഞാൽ വയറിന്, അതായത് ഈ കുടലുകൾ, ദഹനപ്രക്രിയയ്ക്ക് കുറച്ച് സ്ട്രെയിൻ കൂടുതലാണ്. ആ സ്ട്രെയിൻ വേണമെങ്കിൽ ഒന്ന് ഒഴിവാക്കാൻ വല്ലാണ്ട് എണ്ണമയുള്ളത് കഴിക്കണ്ട എന്ന് പറയാറുണ്ട്. അല്ലാണ്ട് ഉപ്പ് കഴിക്കണ്ടെന്നോ ഉപ്പ് കഴിക്കണമെന്നോ അങ്ങനെ ഒന്നുമില്ല. ബാക്കിയുള്ള ആൾക്കാർ സാധാരണ പോലെ എന്തൊക്കെ കഴിക്കണ്ടോ അതൊക്കെ ഈ വ്യക്തിക്കും കഴിക്കാവുന്നതാണ്. വെള്ളത്തിൻ്റെ അംശം കുറയരുത്, റെസ്റ്റ് എടുക്കണം, ഇതാണ് പ്രധാനമായിട്ടുള്ള കാര്യം. അല്ലാണ്ട്
ഭക്ഷണം ഇന്ന സാധനങ്ങൾ കഴിക്കാൻ പാടില്ല, ഉപ്പ് പലതും പറഞ്ഞിട്ടുണ്ട്. ഉപ്പൊന്നുമില്ലാണ്ട് ആഴ്ചകളോളം ക്ഷീണിച്ച് സോഡിയം കുറഞ്ഞ്, അതിൻ്റെ ഒരു ആവശ്യമില്ല. ശാസ്ത്രീയമായിട്ട് ഇത് തെളിയിക്കപ്പെട്ടിട്ടില്ല. ഭക്ഷണം റെസ്ട്രിക്റ്റ് ചെയ്യണം അല്ലെങ്കിൽ ഭക്ഷണത്തിൽ ഇന്നത് കഴിക്കാൻ പാടില്ല എന്നുള്ളത് ശാസ്ത്രീയമായിട്ട് തെളിയിക്കപ്പെട്ടിട്ടില്ല. ലിവറിന് അപകടം വരുത്തുന്ന സാധനങ്ങൾ മാത്രമാണ് ഒഴിവാക്കേണ്ടത്. ഉദാഹരണത്തിന് ഏറ്റവും പ്രധാനമായിട്ട് ആൽക്കഹോൾ, മദ്യത്തിൻ്റെ ഉപയോഗം പരിപൂർണമായിട്ട് നിർത്തണം. ലിവറിന് ബുദ്ധിമുട്ടുണ്ടാകും, ലിവറിന് സ്ട്രെയിൻ കൊടുക്കുന്നതായിട്ടുള്ള മരുന്നുകൾ, ഔഷധങ്ങൾ, എന്ത് ഔഷധം ആയിക്കോട്ടെ. അതിൽ അലോപ്പതിയിൽ എനിക്ക് അറിയാവുന്ന ഏറ്റവും സാധാരണ ഉപയോഗിക്കുന്നത് പാരസെറ്റമോളാണ്. പാരസെറ്റമോൾ കഴിക്കുന്നത് കഴിവതും ഒഴിവാക്കാം. വേണമെങ്കിൽ തന്നെ അത്യാവശ്യങ്ങളിൽ മാത്രം ഒരെണ്ണം കഴിക്കാവുന്ന രീതിയിൽ. അതുമാതിരി ലിവറിന് നേരിട്ട് അപകടം ഉണ്ടാക്കുന്ന സാധനങ്ങൾ മാത്രം ഒഴിവാക്കാനേ പറയുള്ളൂ. ഭക്ഷണത്തിൽ ഒഴിവാക്കണമെന്ന് പറയുന്നതിന് ശാസ്ത്രീയ അടിത്തറ ഇല്ല. അതാണുള്ളത്. ഇനി വേറൊന്നെന്താ വെച്ചാൽ ഇതിനെ തടയുന്നത് എങ്ങനെയാണെന്നുള്ളതാണ്. ഇതിനെ തടയാൻ വാക്സിനേഷനാണ് സാധാരണ ചെയ്യാറുള്ളത്. അപ്പോൾ ഹെപ്പറ്റൈറ്റിസ് എ വാക്സിൻ വളരെ സാധാരണമായിട്ട് അവൈലബിൾ ആണ്, നമുക്കിന്ന് കിട്ടുന്നതാണ്. അത് ആർക്കൊക്കെ എടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈ റിസ്ക് ആൾക്കാർക്ക്, അതായത് ഹെപ്പറ്റൈറ്റിസ് നടക്കുന്ന സ്ഥലം, ഇപ്പോൾ ഹെപ്പറ്റൈറ്റിസിൻ്റെ ഒരു കുറേ ഹെപ്പറ്റൈറ്റിസ് എ റിപ്പോർട്ട് ചെയ്തൊരു സ്ഥലത്തേക്ക് പോകേണ്ടതായിട്ട് ആവശ്യമുണ്ട്, അല്ലെങ്കിൽ അവിടെ കൂടുതൽ സമയം താമസിക്കേണ്ടതായിട്ട് ആവശ്യമുണ്ട്. എനിക്ക് മുമ്പ് വന്നിട്ടില്ല, അപ്പോൾ എനിക്കവിടെ കുറേ ഒരു 1-2 മാസം അവിടെ താമസിക്കണം, അല്ലെങ്കിൽ ഒരു മാസത്തിനുള്ളിൽ 3-4 പ്രാവശ്യം എനിക്ക് അവിടെ പോകേണ്ടതായിട്ട്, അങ്ങനെ അധികം പ്രാവശ്യം പോവുകയോ അല്ലെങ്കിൽ കുറേ സമയം അവിടെ താമസിക്കുകയോ ചെയ്യേണ്ട ആൾക്കാർക്ക് നിർബന്ധമായിട്ടും അത് ഹെപ്പറ്റൈറ്റിസ് എ വാക്സിനേഷൻ ചെയ്യണം. ഈ വാക്സിനേഷൻ ചെയ്ത് കഴിഞ്ഞ് ചുരുങ്ങിയ 2 ആഴ്ചയെങ്കിലും ശേഷമേ ഇവിടേക്ക് പോയിട്ട് കാര്യമുള്ളൂ കേട്ടോ. അതായത് പോകുന്നതിൻ്റെ തലേദിവസം എടുത്തിട്ട് കാര്യമില്ല അർത്ഥം. അതിനൊരു ആക്ഷൻ കിട്ടണമെങ്കിൽ ചുരുങ്ങിയ 2 ആഴ്ചയെങ്കിലും വേണം. അത്തരത്തിലുള്ള ആൾക്കാർക്കാണ് സാധാരണ ഹെപ്പറ്റൈറ്റിസ് എ ചെയ്യണത്. ഹൈ റിസ്ക് ആയിട്ടുള്ള ഇൻഡിവിജ്വൽസ്, അതായത് ആരോഗ്യ പ്രവർത്തകർ, അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് കൂടുതൽ ഹെപ്പറ്റൈറ്റിസ് എ ആയിട്ട് ബന്ധമുണ്ടാകും, ആൾക്കാർ പരിചരിക്കേണ്ടി വരുന്നത്. അങ്ങനെയുള്ള ആൾക്കാർക്ക് ആവശ്യമെങ്കിൽ ഹെപ്പറ്റൈറ്റിസ് എ വാക്സിനേഷൻ. അതുമാതിരി ഇത്തരത്തിലുള്ള സ്ഥലങ്ങളിലേക്ക് പോകുന്ന ആൾക്കാർക്ക് ഹെപ്പറ്റൈറ്റിസ് എ വാക്സിനേഷൻ എടുക്കണം. അതല്ലാണ്ട് ഇതിന് കൃത്യമായിട്ട് ഇന്ന ചികിത്സകൾ ചെയ്താൽ ഇത് മാറും എന്ന് തെളിയിക്കപ്പെട്ടിട്ടില്ല. പിന്നെ ഒരു കാര്യം കൂടെ എനിക്ക് പറയാനുണ്ട്. പലരും പലതരത്തിലുള്ള ഒരുപാട് വ്യക്തികൾ പലതരത്തിലുള്ള സാധനങ്ങൾ തന്നിട്ട് അത് കഴിച്ചു കഴിഞ്ഞാൽ മാറും എന്ന് അവകാശപ്പെടുന്നുണ്ട്. ഞാൻ എല്ലാം അടച്ചു കുറ്റം പറയില്ല, പക്ഷെ അതിൽ ചിലതൊക്കെ വളരെ ഗൗരവമുള്ള, വളരെ മാരകമായ, നമ്മുടെ മനുഷ്യ ശരീരത്തിന് ദോഷം ചെയ്യുന്നതോ മരണം വരെ സംഭവിക്കാവുന്ന സാധനങ്ങൾ അടങ്ങിയിട്ടുള്ള ചില സാധനങ്ങൾ അതിനകത്തുണ്ട്. അപ്പോൾ അത് കഴിവതും ഒഴിവാക്കണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അത്തരത്തിൽ നമുക്കിത് എന്താണെന്ന് അറിയാത്തത്, ഞാൻ പറയാതെ എൻ്റെ ഒരു പാരമ്പര്യമായിട്ട് എനിക്ക് കിട്ടിയതാണ്, അതൊരു സിദ്ധിയാണ്, അതെനിക്ക് പുറത്ത് വെളിപ്പെടുത്താൻ പറ്റില്ല. അപ്പോൾ അതെന്താണെന്ന് അറിയാത്തിടത്തോളം ആ ഒരു പരീക്ഷണം നമ്മുടെ ജീവൻ വെച്ചിട്ട് വേണ്ട എന്നെനിക്കൊരു അഭിപ്രായമുണ്ട്. അതിന് തെളിയിക്കപ്പെട്ടുള്ള രീതിയിലൂടെ പോവാം. കഴിവതും നമുക്കത് തടയാൻ പറ്റുന്നതാണ്. ഇനി അത് വന്നാലും നല്ല രീതിയിൽ നമുക്കതിനെ കൊണ്ടുവരാനും പറ്റുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് കുറച്ചൊരു ശ്രദ്ധ അതിലുണ്ടാവണം. ഹെപ്പറ്റൈറ്റിസ് എ തടയാനും പറ്റും, വന്നു കഴിഞ്ഞാൽ വലിയ കുഴപ്പമില്ലാണ്ട് നിസ്സാരമായിട്ട് ട്രീറ്റ് ചെയ്ത് കൊണ്ടുപോകാനും പറ്റുന്നൊരു അസുഖമാണ്. ശ്രദ്ധിക്കുക.